നമസ്കാരം. പി കെ അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ വീഡിയോ മറ്റൊന്നുമല്ല, ഓരോ ആൾക്കാരും ജനിക്കുന്ന ആഴ്ച അല്ലെങ്കിൽ ആ ദിവസം അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കും, അവരുടെ വ്യക്തിത്വത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ജ്യോതിഷത്തിലൂടെ ഒരു വീക്ഷണം നടത്തുകയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കത് ആരംഭിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി ഞായറാഴ്ച ദിവസമാണ് ജനിക്കുന്നതെങ്കിൽ സൂര്യന്റെ സ്വാധീനം വ്യക്തിത്വത്തിൽ നിറയും. പൊതുവെ അധികാരത്തെ ഇഷ്ടപ്പെടുകയും ഇവർ പിതൃഭക്തരായിരിക്കുകയും ചെയ്യും. സർക്കാർ ജോലിക്കുള്ള അഥവാ പൊതുമേഖലയിൽ ജോലിക്കുള്ള സാധ്യത കൂടും. പുരോഗമന ചിന്ത, സത്വരമായ പ്രവർത്തനശീലം എന്നിവയും പ്രതീക്ഷിക്കാം. അനുയായികളുണ്ടാവും. നേതൃഗുണം ഇവർക്കുണ്ടായിരിക്കും. ഇവർ തീർത്തും ശിവഭക്തരായി കാണുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഞായറാഴ്ച ഒരു വ്യക്തി ജനിച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി തിങ്കളാഴ്ചയാണ് ജനിക്കുന്നതെങ്കിൽ ചന്ദ്രന്റെ ഗ്രഹപരമായ സവിശേഷതകൾ ഏറിയിരിക്കും. ജീവിതത്തെ സ്നേഹിക്കുന്നവരാവും. ഉയർച്ച താഴ്ചകൾ കൊണ്ട് ജീവിതം എപ്പോഴും അസ്ഥിരമായിരിക്കും. മാത്രവുമല്ല, കൃഷി, കച്ചവടം എന്നിവയിൽ ശോഭിക്കുകയും സുഖലോലുപത, ഭക്ഷണത്തോട് പ്രിയം, കലാവാസന എന്നിവയുള്ളവരായും ഭവിക്കും. ഇവർ തീർച്ചയായും ദേവീ ഭക്തരായിരിക്കും. അതാണ് തിങ്കളാഴ്ച ജനിക്കുന്ന വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ചൊവ്വാഴ്ച ജനിക്കുന്നവർ തീർത്തും തന്റെ ഇടമുള്ളവരും ധൈര്യമുള്ളവരുമായിരിക്കും. തന്റെ ഇടം കൊണ്ടും ധൈര്യം കൊണ്ടും എതിരാളികളെ നിഷ്പ്രഭരാക്കുകയും ചെയ്യും. ക്ഷോഭം വാക്കിലും നോക്കിലും നിറയുകയും പോലീസ്, പട്ടാളം, രസതന്ത്രം, ലബോറട്ടറി, വൈദ്യം, ഫാർമസി, അഗ്നി, വൈദ്യുതി മുതലായ വകുപ്പുകളിൽ ജോലി ചെയ്യുവാൻ ഇടയുള്ളവരായിരിക്കും. ഇവര് സാഹസികരായിരിക്കും. ഇവര് സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, ശാക്തേയ മൂർത്തികൾ എന്നിവരുടെ ഭക്തരായിരിക്കുകയും ചെയ്യും. ബുധനാഴ്ച ജനിക്കുന്നവരിൽ ബുദ്ധി, യുക്തിവിചാരം, പാണ്ഡിത്യം, ഗണിതത്തോടുള്ള ഇഷ്ടം, സാഹിത്യവാസന എന്നിവയുണ്ടാകും. ജ്യോതിഷത്തിൽ ജ്ഞാനികളാകും. അവതാര വിഷ്ണുമൂർത്തികളെ ഉപാസിക്കുന്നവരായിരിക്കും. ബുധനാഴ്ചയും ആയില്യം, തൃക്കേട്ട, രേവതി എന്നിവയിലൊരു നക്ഷത്രവും കന്നി, മിഥുനം എന്നിവയിലെ ലഗ്നവും ഒത്തുവന്നാൽ ബുധപ്രഭാവം ഇവർക്ക് ശക്തമായിരിക്കുകയും ചെയ്യും. ഇതാണ് ബുധനാഴ്ച ജനിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന പ്രഭാവം എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി വ്യാഴാഴ്ചയാണ് ജനിക്കുന്നതെങ്കിൽ പൊതുവെ ഗുരുത്വവും ഈശ്വരാധീനവും ഉള്ളവരായിരിക്കും. അവരിൽ ഭൗതിക ചിന്തകൾക്ക് തുല്യമായി ആത്മീയ ചിന്തകളും ഇടം പിടിക്കും. ഗുണങ്ങളിൽ സാത്വികതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാവും. കറകളഞ്ഞ ഈശ്വരഭക്തി പുലർത്തുകയും ചെയ്യും. വികാര വിചാരങ്ങളുടെ സന്തുലനം ഇവിടെ മറ്റൊരു സിദ്ധിയായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ വെള്ളിയാഴ്ച ജനിച്ചാൽ ലൗകിക ആസക്തിയേറും. പ്രണയഭാവങ്ങൾ മനസ്സിലെന്നും തുടികൊട്ടും. സുഖത്തിൽ, വിനോദത്തിൽ, ഭോഗത്തിൽ താൽപര്യമേറും. കലകളിൽ നിറഞ്ഞ കഴിവും അറിവുമുണ്ടായിരിക്കും. ഉയർന്ന സൗന്ദര്യബോധത്താൽ അനുഗ്രഹീതരായിരിക്കും. ഇവർ ദേവീ ഭക്തരായിരിക്കും. അധ്യാപനം, കച്ചവടം, കലാപരമായ തൊഴിലുകൾ എന്നിവയിൽ ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ഈ ആഴ്ചകളിൽ ജനിക്കുന്നവർ. ഇനി ശനിയാഴ്ചയാണ് ജനിക്കുന്നതെങ്കിൽ അവര് ഒരുപാട് ദുരിതങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. ദീനവും ദാരിദ്ര്യവും ജീവിതത്തെ പിന്നിലേക്ക് വലിക്കും. വിഷാദ ചിന്തകള്, ക്രൂര മനസ്സ്, ആലസ്യം, കഠിനാധ്വാനം, രോഗങ്ങൾ എന്നിവ ജീവിതത്തിന്റെ ഭാഗമായി മാറും. പുരോഗതി വളരെ പതുക്കെ ആയിരിക്കും. നേട്ടങ്ങൾ അധികവും വാർദ്ധക്യത്തിലായിരിക്കും. എന്നാലും കരളുറപ്പും മനസ്സും കൈവിടില്ല ഇവർ. ശാസ്താവ്, ഉഗ്രമൂർത്തികൾ, ശൈവ ദേവതകൾ എന്നിവരെ ഭജിക്കുന്നതിലായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന 7 ആഴ്ചകളിലാണ് ജനിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ വ്യക്തിത്വത്തെ ഇത് സ്വാധീനിക്കുമെന്നുള്ളത് കൃത്യമായ ഒരു അവലോകനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ
തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും പുതിയ അറിവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.